ഏതൊരു ലോകത്തിൽ സുഖമോചിതരായി ജീവിക്കാം. കുറെ നാൾ ജീവിച്ചു കഴിഞ്ഞ് മരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കർമാദികളൊക്കെ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാം എന്ന് ചിന്തിച്ചെങ്കിൽ തെറ്റിപ്പോയി സുഹൃത്തെ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, അവനവൻ ജീവനോടെ ശരീരത്തോടെ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാണോ തീയതാണോ അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ന്യായ വിസ്താര കോടതിക്ക് മുമ്പിൽ വരേണ്ടതാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. ഇന്ന് നാം ലോകത്തിൽ എവിടെ നോക്കിയാലും സ്വസ്ഥതയില്ല, സമാധാനമില്ല. ചിലരൊക്കെ പറയാറുണ്ട്, അല്പ സന്തോഷത്തിന് വേണ്ടി അല്പം മദ്യപിക്കുന്നു, അല്പം സിനിമ കാണാനൊക്കെ പോകുന്നു. അങ്ങനെ ലോകത്തിന്റെ ഇമ്പങ്ങളും ലോകത്തിന്റെ സന്തോഷങ്ങളും അല്പസമയം തേടി പോകുന്ന മനുഷ്യരാണ് ലോകത്തിൽ നിന്ന് നല്ലൊരു സ്വഭാവവും. എന്നാൽ ഈ നന്മനിമിഷമായ ഈ സന്തോഷം എന്നേക്കുമായി നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് സമാധാനവും സന്തോഷവും അത് ദൈവം മക്കൾക്ക് ദൈവം തരുന്നതായ ദാനമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നു, സമാധാനം എന്നത് ഞാൻ നിങ്ങൾക്ക് തന്നയച്ചു പോകുന്നു, അത് ലോകം തരുന്നത് പോലെയുള്ളതല്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങളെ എവിടെയായി ശ്രദ്ധിക്കുന്ന എന്റെ പ്രിയ സഹോദരങ്ങളെ, ഈ ലോകത്തിൽ മനുഷ്യൻ ജീവനോടെ ഇരിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ഒരു ബുദ്ധിമാൻ ഈ ലോകത്തിലുണ്ടോ, ഭൂമിയിലുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് സർവേശ്വരൻ സകല മനുഷ്യരെയും ഭൂമിയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരവർ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്തത് എന്താണോ അതിന് തക്കവണ്ണം പ്രാപിക്കുവാൻ നാം എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് പോയേ മതിയാകുള്ളൂ. അതെ, ഈ ലോകത്തിൽ നിന്ന് പോകണം. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ ലോകത്തിൽ നാം ജീവിതം ആരംഭിക്കുകയാണ്. വിശുദ്ധ ബൈബിൾ ഒരു 2 വ്യക്തികളെ കുറിച്ച് പ്രത്യേകമായി ഓർപ്പിക്കുന്നു. ശ്രദ്ധിക്കണമേ. വളരെ ഭാഗ്യമോടുകൂടെ ജീവിച്ചതായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഒരു ദേശത്ത് അവരുടെ അടുത്ത് തന്നെ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു. അതെ, ആ വലിയ ധനവാനായ മനുഷ്യൻ അവന് ഈ പാവപ്പെട്ടതായ മനുഷ്യനോട് വളരെ ദയ തോന്നിയിട്ട് അവന് വേണ്ടതായ ഭക്ഷണമോ അവന് വേണ്ടതായ സാധനങ്ങളോ ഒക്കെ കൊടുത്തിരിക്കാം. അവൻ ആ വീടിന്റെ സമീപം തന്നെ അടുത്ത് തന്നെ പാർക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. അവന്റെ പേര് എന്താണെന്നറിയാമോ? ലാസർ എന്നാണ് അവന്റെ പേര്. അവൻ 2 പേരും ഈ ലോകത്തിൽ നിന്ന് ഓരോ ദിവസങ്ങളായിട്ട് യാത്രയായി. അതെ, ഈ ധനവാനായ മനുഷ്യന് ലോകത്തിൽ വളരെ ധാരാളം ജീവിച്ചതായ ആ മനുഷ്യന് വളരെ നല്ല രീതിയിലുള്ള ഒരു യാത്രയപ്പ്, ഒരു സമയമാകുമ്പോഴൊക്കെ പാടി നല്ല ഒരു അടക്ക ശുശ്രൂഷ, നല്ല ഒരു യാത്രയപ്പൊക്കെ നൽകി. എന്നാൽ ഈ പാവപ്പെട്ടതായ ഈ മനുഷ്യന്റെ ശവമടക്ക് എങ്ങനെയാണെന്ന് പോലും വിശുദ്ധ ബൈബിൾ പറയുന്നില്ല. നോക്കണമേ, 2 പേരും മരിച്ചു. അവരവർ ജീവനോടെ ഇരിക്കുമ്പോൾ ചെയ്തത് പ്രാപിക്കുവാൻ 2 പേര് കടന്നുപോയി. 2 സ്ഥലത്തേക്കാണ് അവർ കടന്നുപോയത്. അതെ, ഈ ധനവാനായ മനുഷ്യൻ ലോകത്തിലെല്ലാ താളിമൊഴിയോടെ ജീവിച്ചതായ ഈ മനുഷ്യൻ അതിഭയങ്കരമായ നരകത്തിൽ കിടന്ന് മേളിലോട്ട് നോക്കിയപ്പോൾ അവന്റെ സമീപെ താമസിച്ചിരുന്നതായ ലാസർ എന്ന് പറഞ്ഞായ ആ മനുഷ്യനെ ആ മുകളിൽ ഇരിക്കുന്നത് അവന്റെ ബുദ്ധി പെട്ടെന്ന് അതെ ലാസർ തന്നെ. അയ്യോ, അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒന്നുമില്ലാതെയായിരുന്നല്ലോ. പക്ഷേ അവൻ വളരെ ഭക്തിയോടെ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് അവൻ ഈ ലോകത്തിൽ നിന്നും യാത്രയായി. എന്നാൽ ധനവാനായ മനുഷ്യനോ അവൻ സുഖലോകനായി എല്ലാ ഭാര്യോടെ ജീവിച്ചതായ മനുഷ്യൻ. അവന് ബുദ്ധി വന്നു, എന്റെ ദൈവമേ, എന്നേക്കാൾ അധമന്മാരായ എന്റെ സഹോദരങ്ങള് ലോകത്തിൽ ജീവിക്കുന്നുവല്ലോ, അവരോടൊത്ത് പോയി
ലാസർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്റെ മൂത്ത ജ്യേഷ്ഠൻ അതിഭയങ്കരമായ നരകത്തിൽ കിടന്ന് വളരെ നരകിച്ച് വേദനയോടെ ആയിരിക്കുന്നു എന്നുള്ള സത്യം തീർച്ചയായിട്ടും എന്റെ സഹോദരങ്ങൾ വിശ്വസിക്കും. ആര് പറഞ്ഞാല് ഈ പാവം പിടിച്ചതായ ഈ ലാസർ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അവന് തോന്നിയിട്ട് അവന് ബുദ്ധി അന്നേരം വർക്ക് ചെയ്തു. അവനെല്ലാം സഹോദരനോട് സ്നേഹം വന്നു. അവൻ പറയാണ്, ദൈവമേ, അബ്രഹാം പിതാവേ, ദൈവമേ, സകലത്തിന്റെ ഉടയവനായ ദൈവമേ, എന്റെ പ്രതിമയിൽ താമസിക്കുന്ന ലാസറല്ലേ അവിടെ ഇരിക്കുന്നത്, അവനെ ഒന്ന് പറഞ്ഞു വിട്ടാൽ തീർച്ചയായിട്ടും എന്റെ സഹോദരങ്ങള് കേൾക്കും. ഇത്ര ഭയങ്കരമായ തീയും ഗന്ധകവും കത്തുന്ന തീ പൊയ്കയിൽ സഹോദരനായിരിക്കുന്നു എന്നുള്ള സത്യം അവർ മനസ്സിലാക്കും എന്നെന്ന് പറയുവാൻ ഈ ധനവാനായ മനുഷ്യൻ, ദൈവമില്ലാത്തതായ ഈ മനുഷ്യൻ പറയുന്നത് കേൾക്കണമേ. അവനാ നരകത്തിൽ കിടന്ന് പറയാ, നരകവാസം ഇങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ, ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ, നരകവാസം ഇതെങ്ങനെയോ ഞാനിതറിഞ്ഞില്ലേ, ദൈവം ഒരുക്കിയ പാതാള നരകം ഇത്ര ഭയങ്കരമോ. ധനവാൻ അവർക്ക് അയ്യം വിളിക്കുകയാണ്, ഇത്ര ഭയങ്കരമായ നരകമായി പോയിട്ടുണ്ട്, ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് അവൻ പറയുക, ഒരു നാൾ ഞാൻ കരുതി ധനത്താൽ നേടാം സ്വർഗീയവാസമെന്ന്. അതെ, കുറച്ച് ധനമൊക്കെ കൊടുത്ത് വേണ്ടതായ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്താല്, പൂജാരി കർമ്മങ്ങളോ അല്ലെങ്കിൽ നേർച്ച കാഴ്ചകളോ ഒക്കെ ചെയ്താല് അന്ന് സ്വർഗത്തിലേക്ക് വരുമെന്ന് ഞാൻ കരുതിയിരുന്നത്. ഒരു നാൾ ഞാൻ കരുതി ധനത്താൽ നേടാം സ്വർഗീയ വാസമെന്ന്. അയ്യോ എൻ കൂട്ടരെ സുവിശേഷ ഘോഷണം പൊളിയെന്ന് ഞാൻ കരുതി. അതേ സുഹൃത്തുക്കളെ, ഞങ്ങളെ പോലെ അവിടെ വഴിയായിട്ട് നിന്ന് വീടിന്റെ പരിസരത്ത് നിന്നോ റോഡ് സൈഡിൽ നിന്നോ നല്ല പന്തലൊക്കെ ഇട്ടോ സുവിശേഷം ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ ഇവർക്ക് വെറുതെ പണിയില്ലാത്തവരുടെ ഒരു തൊഴിലാണിത്, ഇവരുടെ വൈകിപ്പോഴാണിത് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ വലിയ ധനവാനായ ആ മനുഷ്യനോട് ഒരു നാൾ ഞാൻ കരുതി ധനത്താൽ നേടാം സ്വർഗീയ വാസമെന്ന്. അയ്യോ എൻ കൂട്ടരെ സുവിശേഷ ഘോഷണം പൊളിയെന്ന് ഞാൻ കരുതി. അത് ഇത് ചുമ്മാ പറയുന്നതാണേ, ഇവർക്ക് പണിയൊന്നുമില്ലാത്തൊരു കൽപ്പിക്കുന്ന പണിയാണല്ലേ എന്നൊക്കെ ആയിരുന്നു ഈ ധനവാനായ മനുഷ്യൻ വിചാരിച്ചിരുന്നത്. ശ്രദ്ധിക്കണമേ, പോയി സംഗതിയെല്ലാം പോയി ഭയങ്കരമായ നരകത്തിൽ കിടന്ന് അവൻ അയ്യം വിളിക്കുകയാണ്. അതെ, ഇങ്ങനെയുള്ള ഒരു അവസരം നമ്മുടെ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിനുവേണ്ടിയാണ് യേശുവിലുള്ള രക്ഷ, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും, രക്ഷപ്പെടും എന്ന് ഞങ്ങൾ ഈ വിളിച്ചു പറയുന്നത്. വിശുദ്ധ ബൈബിൾ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷപ്പെടുവാൻ അഥവാ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ഒരു നാമമല്ലാതെ വേറെ ഒരു നാമവും ഇല്ലവേ ഇല്ല. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. വീണ്ടും ഞങ്ങളെ ശ്രദ്ധിക്കണമേ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സേവിക്കുന്നത് കൊണ്ട് മാത്രം ദൈവത്തിന്റെ അരുളപ്പാടുകൾ വീണ്ടും വീണ്ടും കേൾക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. അല്പസമയം നമ്മുടെ വീണ്ടെടുപ്പുകാരനായ രക്ഷകനായ നിത്യയുടെ വിധികർത്താവായ
സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിൽ കൂടെയുള്ള ദിവ്യരക്ഷയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും കേൾക്കാനുള്ള ഭാഗ്യം ഈ സന്ധ്യാസമയത്ത് ഈ ദേശനിവാസികളായ പ്രിയപ്പെട്ടവർക്ക് ദൈവം നൽകുകയുണ്ടായി. ഇവിടെ സംസാരിക്കുന്ന ഞാനും ഇവിടെ ആയിരിക്കുന്നവരും ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ഈ ദൈവശബ്ദം കേൾക്കുന്നതായ പ്രിയപ്പെട്ടവരും ഇന്നല്ലെങ്കിൽ നാളെ ഒരു നാൾ മരിക്കും. സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പന്നനുമാകുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്നും ജന്മം കൊണ്ട ഒരു ശിശു എത്ര കാലം ജീവിക്കുമെന്നുള്ളത് പ്രവചിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ജനിച്ചു കഴിഞ്ഞാൽ മരിക്കത്തക്കവണ്ണം മച്ചുറായിട്ടാണ് ജനിക്കുന്നത്. ഇതിനിടയിൽ 7 സംവത്സരമോ 80 ഒരുപക്ഷെ 100 ആകാൻ സാധ്യതയുണ്ട്. അല്ല 40, 30, 20 വയസ്സിനിടയിൽ മരണത്താൽ മാറ്റപ്പെടുവാനും സാധ്യതയുണ്ട്. എന്നാൽ ഒരു കാര്യം പ്രിയമുള്ളവരെ ഓർക്കുക, സ്വർഗം യാഥാർത്ഥ്യമാണ്, നരകവും യാഥാർത്ഥ്യമാണ്. സ്വർഗാദിസ്വർഗങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. സ്വർഗത്തിൽ നീതിമാന്മാരും വിശുദ്ധന്മാരുമായ പ്രിയപ്പെട്ടവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. സ്വർഗത്തിലേക്ക് വേണ്ടി ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും പാപത്താൽ മരിച്ച് അടക്കപ്പെട്ട് അവർക്കൊരു ഉയർപ്പോ ഒരു നിത്യജീവനമില്ല. എന്നാൽ രക്ഷകനായി ഈ ഭൂമിയിൽ ദൈവാദൈവമായും കർത്താവുമായിരുന്നവൻ മനുഷ്യരുടെ സാദൃശ്യത്തിൽ വെളിപ്പെട്ട രക്ഷകനാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു വിശ്വസിക്കുന്നവൻ മരിച്ചാൽ ജീവിക്കുമെന്നും യേശുക്രിസ്തുവാണ് സ്വർഗത്തിലേക്കുള്ള വഴിയും സത്യവും ജീവനുമെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അനുഭവിക്കുന്നു. ആ സത്യപ്രകാരം പ്രിയമുള്ളവരെ നമ്മളോട് അറിയിക്കുന്നു. മഹാദൈവം സേവനായിരിക്കുമ്പോൾ തന്നെ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവർ അതോടുകൂടെ എല്ലാം അവസാനിക്കുന്നില്ല. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. അങ്ങനെയാകുന്നുവെങ്കിൽ മരണാനന്തരം ഒരു ന്യായവിധിയുണ്ടോ? അതേ പ്രിയമുള്ളവരെ, വിശുദ്ധ മാറ്റമില്ലാത്ത തിരുവചനമാകുന്ന ബൈബിൾ പറയുന്നു, മരിച്ചാൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, നീതിമാൻ ഉയർത്തും, പാപിയായവൻ ഉയർത്തും. എന്നാൽ ഒരു പാപിയെ കുറിച്ച് പറയുമ്പോൾ യേശുക്രിസ്തു എന്ന ഏകരക്ഷകനിൽ കൂടെ യേശുവിനെ കർത്താവും ദൈവമായി അംഗീകരിച്ച് നിനക്ക് പാപമോചനം ലഭിച്ചാൽ മാത്രമേ മരിച്ചാലും കർത്താവ് ഉയർപ്പിച്ച് ന്യായം നടത്തുമ്പോൾ സ്വർഗത്തിൽ പോകുവാൻ കഴിയുകയുള്ളൂ. അല്ലായെങ്കിൽ നരകം യാഥാർത്ഥ്യമാണ്, ഒരിക്കലും അവസാനമില്ലാത്തതായ നിത്യതയാണ്. നരകം തീയും ഗന്ധവും കത്തുന്ന അഗ്നി തടാകമായി, അഗ്നിപ്പൊയ്കയായി സമുദ്രവിശാലയിൽ കിടക്കുന്ന ഒന്നാണ് നരകം. ആ നരകത്തിൽ ആരാണ് പോകുന്നത്? ഏത് ജാതി മുഴക്കാരിയാണ് പോകുന്നത്? ഒരു ജാതിയും മരവുമല്ല. മനുഷ്യനായി ജനിച്ച് പാപത്തിൽ പിറന്ന് പാപിയായി ജീവിച്ച് പാപത്തിൽ മരിച്ച് അങ്ങനെ അവസാനിക്കുന്ന ഏതൊരു വ്യക്തിയും മരണാനന്തരം നരകം എന്ന അഗ്നിപ്പൈയിലേക്ക് കടന്നു പോകേണ്ടി വരും. അവിടുന്ന് കരകയറുവാൻ കഴിയുകയില്ല. അല്പം നേരത്തെ അങ്ങനെ പാപത്തിൽ മരിച്ചവരെ ധനവാനായ മനുഷ്യനെ കുറിച്ച് കേട്ടു. ദൈവത്തെ അന്വേഷിക്കുവാനോ ദൈവത്തിൽ വിശ്വസിക്കുവാനോ ഇടയാകാഞ്ഞത് കൊണ്ട് മാത്രം മരണത്തിന് ശേഷം ആത്മാവ് നരകത്തിലാണ് പോയത്. അവൾ നിലവിളിച്ചാലും പ്രത്യേകമായ നാളുകൾ നിശ്ചയിച്ച് പെരുന്നാളുകൾ നടത്തിയാലും സഹായ ധാർമ്മികം ചെയ്താലും പത്രങ്ങൾ പരസ്യം ചെയ്യാനും വലിയ സദ്യ നടത്തിയാലും പ്രിയമുള്ളവരെ മരണത്തോടുകൂടെ അവസാനിക്കുന്ന ആ വ്യക്തിയുടെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല. ജീവനോടിരിക്കുമ്പോൾ ചെയ്തത് നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണമുള്ളതായ പ്രതിഫലം വാങ്ങുക എന്നുള്ളത് ദൈവത്തിന്റെ നീതിയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു വിശ്വസിച്ച് ഇവർ ഭക്തിയോടെ ജീവിച്ച് ദൈവത്തിന് വചനമനുസരിച്ച് മുന്നേറുന്ന
ഏതൊരു സഹോദരി സഹോദരനും ഏതൊരു വ്യക്തിയും മരണാനന്തരം അവർ ഉയർത്തുന്നവർക്കും വിശുദ്ധ ബൈബിൾ പറയുന്നു, കർത്താവ് താൻ ഗംഭീരനാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ അത്യുന്ന സ്വർഗത്തിൽ നിന്നും മധ്യാകാശത്തിലേക്ക് വെളിപ്പെടും. അങ്ങനെ കാരണത്തോടുകൂടി കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ശവകുടീരങ്ങളിൽ ദ്രവത്വത്തിനുമായി മറവിയപ്പെട്ട സകല ഭക്തന്മാരുടെയും ശരീരങ്ങൾ തേജസ്സിന്റെ ശരീരത്തോടുകൂടി ഉയർത്തുന്നേൽക്കും. അങ്ങനെ ഉയർത്തുന്നേൽക്കുന്ന ശരീരം ദൈവദൂതത്തിന്റെ ശരീരമായിരിക്കും, ദൈവ അംശമായിരിക്കും. നിത്യതയ്ക്ക് വേണ്ടി അവർ പോകുവാൻ തയ്യാറായിരിക്കും. അങ്ങനെ തേജസ്സിന്റെ ശരീരത്തോടുകൂടെ ദൈവ തുല്യ മാനവന്മാർക്ക് തുല്യമായി സ്വർഗത്തിലേക്ക് പറന്നു കയറും. പിന്നെ അവർക്ക് പ്രതിഫലങ്ങളും കിരീടങ്ങളും നിത്യതയിലുള്ള വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള അധികാരങ്ങളും ഏൽപ്പിക്കും. ഇത് യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, വിശ്വസിച്ചാലും ഇല്ലായെങ്കിലും ഈ സമീപ നാളുകളിൽ നടക്കേണ്ടതായ ഒരു മഹാസത്യമാണ്. ഇത് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലാത്തവരും അറിഞ്ഞിട്ടില്ലാത്തവരും അറിഞ്ഞിരിക്കണം. ഇത് സത്യമാണ് എന്നത് തിരുവനന്തപുരം പറയുന്നത് കൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, നമുക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏക വഴി യേശുവാണ്. നിന്റെ പ്രസംഗം എന്ത് തന്നെയായാലും അത് രോഗമാകട്ടെ, വിവിധങ്ങളായിട്ടുള്ള മാനസിക പ്രസംഗമാകട്ടെ, കർമാരങ്ങളാകട്ടെ, കുടുംബ പ്രസംഗമാകട്ടെ, അതിനുവേണ്ടി മറ്റൊന്നിനും നിന്റെ സമയവും പണവും ചെലവഴിക്കേണ്ട കാര്യമില്ല. നീ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യസമാധാനമുണ്ട്. യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. യേശുവിൽ വിശ്വസിക്കുന്നവരെ ലോകത്തിന്റെ ഒരു ശക്തിക്കും അവരെ തകർക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണമേ, യേശു നായകൻ, സമാധാന ദായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരും മനമേ, നിൻ സഹായകൻ അവൻ ശക്തനാകയാൽ നിനക്കു നിർഭയമേ. ലോകപ്പോരിൽ അനുദിനം ജയമേ. നിന്റെ നീർച്ചേപവനെന്ന് കരുണ എങ്കിൽ സാക്ഷേമവനയിൽ അമര. ഇത്ര ശ്രേഷ്ഠനാം ഒരുവൻ കൂട്ടിനായി അരികിലുണ്ടതിനാൽ എന്തിനാകുലം കലരുന്ന മനമേ. യേശു നായകൻ, സമാധാനദായകൻ, നിനക്കെന്നും ധനമേ. എന്തിനാകുലം കലരുന്ന മനമേ. അതേ സുഹൃത്തുക്കളെ, യേശു വിശ്വസിക്കുന്നതായ നിന്നെ തകർക്കുവാനോ നിന്നെ ഇല്ലായ്മ ചെയ്യുവാനോ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും കഴിയില്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദിവ്യ സമാധാനം യേശു നൽകുന്നു. യേശുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും. ഇന്ന് നാം ലോകത്തിലേക്ക് നോക്കിയാൽ സമാധാനമില്ലാതെ എത്രയോ പേര് മദ്യപാനത്തിലും വെറുക്കൂത്തിലും അങ്ങനെ സമാധാനത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും അലഞ്ഞ് ഉഴലുന്നു. എന്നാൽ ദൈവമാകുന്ന സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് അരുളി ചെയ്ത യേശുവിൽ എല്ലാ പ്രശ്നത്തിനും സമ്പൂർണ്ണ പരിഹാരമുണ്ട്. അതുകൊണ്ട് ഒരു പാട്ടുകാരൻ ചോദിക്കുന്നു, മദ്യം നൽകുന്ന സന്തോഷം നിത്യമോ, മദ്യം നൽകുന്ന അനുഭവം സുഖമോ, മദ്യം വരുത്തിയ ദുരന്തങ്ങൾ മറന്നോ, മദ്യം വരുത്തിയ ദുരിതങ്ങൾ മറന്നോ, മദ്യം വരുത്തിയ
പാത്രത്തിൽ രസമായി തിളങ്ങിടും. ഒടുവിൽ സർപ്പം പോലെ കടിക്കും. സ്വന്തം ഭാര്യയെ എന്നേക്കും വെറുക്കും. സ്വന്തമായി പലരും ചാരെ വന്നിടും. മദ്യലഹരിയിൽ പലരും ചെയ്തിടും. കൂട്ടം കൂടി രസിപ്പിക്കും അവർ നിന്നെ. നിന്നവയവങ്ങൾ ചീഞ്ഞഴിഞ്ഞിടും. തീരാത്ത രോഗത്തിനടിമയായിടും. നിന്നവയവങ്ങൾ ചീഞ്ഞഴിഞ്ഞിടും. തീരാത്ത രോഗത്തിനടിമയായിടും. മദ്യം നൽകുന്ന സന്തോഷം നിത്യമോ? മദ്യം നൽകുന്ന അനുഭവം സുഖമോ? മദ്യം വരുത്തിയ ദുരിതങ്ങൾ മറന്നോ? മദ്യം വരുത്തിയ ദുരിതങ്ങൾ മറന്നോ? അതെ സുഹൃത്തേ, മദ്യവും മയക്കുമരുന്നും നിന്റെ ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നൽകിയില്ല. അത് നിന്നെ നിത്യനിരാശയിലേക്കും നിത്യ ദുഃഖത്തിലേക്കും ഒടുവിൽ ആത്മഹത്യയിലേക്കും വഴി നയിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതിന് ഒരു മോചനം നേടണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നിന്നെ കൊണ്ട് തനിയെ അത് നടക്കില്ല. നീ കർത്താവായ യേശു ക്രിസ്തു സകലത്തിനും സകല പ്രശ്നത്തിനും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള യേശുവിൽ വിശ്വസിക്കുമോ? യേശുവിനോട് നീ പറയുമോ, യേശുവേ, ഈ ദുസ്വഭാവത്തിൽ നിന്നും ഈ മാരകമായ വിപത്തിൽ നിന്നും എനിക്കൊരു മോചനം തരണമേ, എന്നെ മോചിപ്പിക്കണമേ എന്ന് നീ ആത്മാർത്ഥമായിട്ട് സർവത്തിന്റെ ഉള്ളിലും സർവത്തിന്റെ സൃഷ്ടിതാവുമായ യേശുവിനോട് നീ പറയുമെങ്കിൽ നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ യേശു നിന്റെ സമീപത്തിൽ തന്നെ ഉണ്ട്. അതെ, നിന്റെ പാപം എത്ര കടുചുവപ്പായിരിക്കട്ടെ എങ്കിലും അത് ഹിമം പോലെ വെളുപ്പിക്കുന്നതാണ് ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം. അതിനായി നീ ഒന്നും ചെയ്യേണ്ടതില്ല, ഓടി അറിയേണ്ടതില്ല, പുണ്യവാന്മാർക്ക് നേർച്ച കാഴ്ചകൾ കൊടുക്കേണ്ടതില്ല. നീ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ കർത്താവായ യേശുവേ, എനിക്ക് ഈ സമാധാനം അനുഭവിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ, വഴി തുറക്കണമേ. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്നത് എന്റെ പാപം പരിഹരിക്കാനാകുന്നു എന്ന് നീ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നിന്റെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ സമാധാനമായി, നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയായി, കഴിഞ്ഞ നാളുകളിൽ അനുഭവിക്കാത്തതായ ഒരു വലിയ സന്തോഷവും സമാധാനവും നിനക്ക് പ്രാപിക്കുവാൻ കഴിയും സുഹൃത്തെ. അതുകൊണ്ട് ഇപ്പോൾ തന്നെ യേശുവിൽ വിശ്വസിക്കാം, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും സമയം ശ്രദ്ധയോടെ കേട്ട നല്ലവരായ ദേശനിവാസികളെ എല്ലാവരെയും സർവശക്തനായ സർവവ്യാപിയായ സർവരൂപിയായ യേശു തമ്പുരാൻ അനുഗ്രഹിക്കുമാകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ച് നീ ദേശത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ വിരമിക്കുന്നു. ദേശത്തെയും ദേശനിവാസികളായ മാന്യ പ്രിയപ്പെട്ടവരെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുവാൻ ബഹുമാന്യ കർത്തൃദാസൻ പ്രിയ ജെയിംസ് പാസ്റ്ററെ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. അദ്ദേഹം പ്രാർത്ഥിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും.